പഞ്ചായത്ത് ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖയുണ്ട്. ശ്രീമതി രൂപലേഖ കേൾക്കാമോ? കേൾക്കാം. എന്താണ് ഈ സരോജിനിയുടെ വീട് നമ്പർ കൊടുത്തിരിക്കുന്നു, തൊട്ടടുത്ത് ഒരു ക്വാറി പ്രവർത്തിക്കുന്നു, ജനവാസ മേഖലയ്ക്കടുത്ത് ക്വാറി പാടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത് സംഭവിച്ചത്? പഞ്ചായത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിയമാനുസൃതമായ കാര്യങ്ങളാണ് പഞ്ചായത്ത് ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിയമാനുസൃതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിശോധിക്കേണ്ടതാണ്. ഈ ക്വാറി ലൈസൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള നിരാക്ഷേപ സാക്ഷ്യപത്രങ്ങൾ 6 വകുപ്പുകൾ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. രൂപലേഖ, ഇപ്പോൾ ഈ ക്വാറി ലൈസൻസി പറയുന്ന അനുസരിച്ചാണെങ്കിൽ ക്വാറി ലൈസൻസി പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ നേരത്തെ വീടുകൾ ഉണ്ടായിരുന്നു, ആ വീട്ടുകാർക്കൊക്കെ നഷ്ടപരിഹാരം ഞാൻ കൊടുത്തു, അതുകൊണ്ട് അവർ കുറച്ചുകൂടി നല്ല വീട് വെച്ചു. അങ്ങനെയാണ് ഒരു ക്വാറി തുടങ്ങാനുള്ള അനുമതി കൊടുക്കുക. ഈ നഷ്ടപരിഹാരം വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചുകൊണ്ട് ക്വാറി നടത്താനുള്ള അനുമതി എങ്ങനെയാണ് പഞ്ചായത്ത് കൊടുക്കുക? ഇനിയിപ്പോൾ അയാൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ സരോജിനിയുടെ വീട് എന്ന രൂപത്തിലല്ല, അവിടെ ഒരു ഷെഡാണ് ഉണ്ടായിരുന്നത്, പിന്നീടാണ് അത് വീടിന്റെ രൂപത്തിലേക്ക് ആയത്. പക്ഷേ അവർക്ക് വീട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വീട്ടു നമ്പർ കൊടുത്തതും പഞ്ചായത്ത് തന്നെയാണല്ലോ. 2019 അവർക്ക് അതിൻ്റെ ഒരു വീടിൻ്റെ ഓണർഷിപ്പ് അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആ കൊടുക്കുന്ന സമയത്ത് ഉള്ള അതൊരു വാസയോഗ്യമായിരുന്ന വീടായിരുന്നില്ല, ഒരു ഷെഡായിരുന്നു. അത് വാസയോഗ്യമായിരുന്ന വീടായിരുന്നില്ല. അതിനുശേഷം അത് അവിടെ അവർ താമസിക്കുന്നില്ല എന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവർക്ക് ക്വാറിക്കുള്ള ലൈസൻസ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയും കാലത്തിനിടയ്ക്കാണല്ലോ ലൈസൻസ് സരോജിനിയുടെ വീട് മാത്രമല്ല, അവിടെ വേറെയും വീടുകൾ ഉണ്ടായിരുന്നു. ആ വീട്ടുകാർക്ക് പണം കൊടുത്തു, നഷ്ടപരിഹാരം ഞാൻ കൊടുത്ത് അവരെ ഒഴിപ്പിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് വീടുകൾ ഉണ്ടായിരുന്ന മേഖലയിൽ ഒരു ക്വാറിക്ക് അനുമതി കൊടുക്കുക? പഞ്ചായത്തിൽ നമ്മളുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് ഈ ഒരു 2019 ഇവരുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടല്ലേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? 2 കാര്യങ്ങളും വരുന്നുണ്ട്. ജനവാസ മേഖലയാണ്, ഈ ഒരു ഒറ്റ വീടല്ല എന്ന് പറയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വേറെയും വീടുകൾ ഉണ്ടായിരുന്നു എന്ന്. അല്ല, അപ്പോൾ ഇവർക്ക് ഈ ഒരു ക്വാറിക്കുള്ള ലൈസൻസ് ഇത്രയും വകുപ്പുകളുടെ കയ്യിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5-6 വകുപ്പുകളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഇവർക്ക് അതിനുള്ള നിരാക്ഷേപ സാക്ഷ്യപത്രം ഇവർക്ക് എങ്ങനെ ലഭിച്ചു? ക്വാറി അനുമതി അല്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പരിശോധിക്കപ്പെടണം. അപ്പൊ നിങ്ങൾ ഇനി പഞ്ചായത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? പഞ്ചായത്ത് അതെങ്ങനെയാന്ന് നമുക്ക് അവർക്ക് ലഭ്യമായത് നോക്കണമല്ലോ. പഞ്ചായത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ അവർക്ക് കിട്ടിയ ഈ ഒരു നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പം നമ്മളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ ഒരു നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവർക്ക് 2019 ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. ആ കൊടുക്കുന്ന സമയത്ത് അവർ ഒരിക്കലും താമസയോഗ്യമായിരുന്ന ഒരു വീടായിരുന്നില്ല. ഞാൻ പറയട്ടെ, താമസയോഗ്യമായിരുന്ന ഒരു വീടായിരുന്നില്ല. അതിൻ്റെ പിക്ചർ ഉൾപ്പെടെ നമ്മളുടെ കയ്യിലുണ്ട്. അത് ഓണർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് പഞ്ചായത്ത് യാതൊരു കാരണവശാലും പോയി നോക്കുന്നില്ല. വീട് പോയി നോക്കിയിട്ടല്ല ഓണർഷിപ്പ് ആ സമയത്ത് കൊടുക്കാറുള്ളത്. അങ്ങനെ ഓണർഷിപ്പ് കൊടുക്കുന്നില്ല. പിന്നീട് ഇവർക്ക് ക്വാറിക്കുള്ള പെർമിഷൻ അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞതിന് ശേഷം ക്വാറിക്കുള്ള പെർമിഷനോ കിട്ടി. അവരുടെ ഒരു പരാതി കിട്ടിയതിൻ്റെ ഭാഗം അവിടെ അനധികൃത നിർമ്മാണം നടക്കുന്നുണ്ടെന്നുള്ള പരാതി കിട്ടിയതിൻ്റെ ഭാഗമായി പോയി നോക്കുന്ന സമയത്ത് അവിടെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം കണ്ടതിന് ശേഷമാണ് വീണ്ടും അവർക്ക് ഒബ്ജക്ഷനായിട്ട് അവരെ വിളിപ്പിക്കുന്നത്. ഓണർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓലപ്പുരി ആക്കണോ, ഷെഡ് ആക്കണോ, വീടാക്കണോ എന്ന് അവർക്ക് തീരുമാനിക്കാമല്ലോ. ഷെഡിനായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഓണർഷിപ്പ് കിട്ടിയത് വീടിനല്ല, ഓണർഷിപ്പ് കിട്ടിയിട്ടുള്ളത് ഷെഡിനാണ്. അതെങ്ങനെയാണ് താങ്കൾ തന്നെ പറയുന്നത് ആണ് ഞാൻ പറഞ്ഞത്. ചിത്രം കൃത്യമായി നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പോയി നോക്കിയിട്ടില്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞു അതിനുശേഷമാണുള്ള ചിത്രം പറഞ്ഞത്. അതിനുശേഷമുള്ള ചിത്രമാണ് പറഞ്ഞത്. ആ ഷെഡിൽ താമസമായിരുന്നല്ലോ അവർ. ക്ലിയർ അല്ലേ? അതിനുശേഷമുള്ള ചിത്രമാണ് പറഞ്ഞത്. ഷെഡിൽ അവർ താമസമായിരുന്നു.
കൊടുക്കുന്ന അന്ന് പോയി നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് ശേഷമുള്ള ചിത്രമാണ് പറഞ്ഞത്. അവരവിടെ താമസിക്കുകയായിരുന്നു എന്ന്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവരോടൊരു വ്യത്യസ്ത അഭിപ്രായമില്ല. ഇതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി പരിശോധിക്കാൻ പഞ്ചായത്ത് തയ്യാറാണ്. ഇതിൽ അവരെ ഒഴിവാക്കി, ഒരു പ്രത്യേകിച്ച് പാവപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ഒരാളെ ഒഴിവാക്കി ക്വാറിയോട് അനുഭാവപൂർണ്ണമായ ഒരു പെരുമാറ്റവും പഞ്ചായത്തിനില്ല. അതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായി നിയമാനുസൃതമല്ലാതെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പരിശോധിക്കാൻ 100% പഞ്ചായത്ത് മുൻപിൽ തന്നെ ഉണ്ടാവും. അതിലൊരിക്കലും മറ്റൊരർത്ഥത്തിൽ അതിനെ കാണേണ്ട യാതൊരു കാര്യവുമില്ല. എന്താണോ അതിൽ പോരായ്മ വന്നിട്ടുള്ളത്, എവിടെയാണോ നിയമാനുസൃതമാണ് ഇതുവരെ നടന്ന കാര്യങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിയമത്തിനപ്പുറം നിയമാനുസൃതമല്ലാതെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് പരിശോധിക്കും. ഓണർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അവർക്ക് പിന്നെ ആ വീട് ഒരു മാറ്റം വരുത്താൻ പാടില്ല എന്നാണോ? ഷെഡ് ആണെങ്കിൽ അതിന് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാക്കി മാറ്റാൻ പാടില്ല എന്നാണോ? ഓണർഷിപ്പ് ആ സ്ഥലത്തിനല്ലേ? ഇല്ല, അതിന് അവർക്ക് റെഗുലറൈസേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ അവിടെ പരാതി വന്നത് അവർക്ക് ഓണർഷിപ്പ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 6 വകുപ്പുകൾ മുഖേന ഇവർക്ക് ക്വാറിക്ക് പെർമിഷൻ കിട്ടി ക്വാറി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് അവർ ഇത്തരത്തിലേക്ക് കെട്ടിട നിർമ്മാണം നടത്തുന്നു എന്നുള്ള പരാതിയുടെ ഭാഗമായിട്ടാണ് ഇത് പൊളിച്ചു മാറ്റാനുള്ള നടപടി പഞ്ചായത്ത് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് പറഞ്ഞത്. അല്ലാതെ ഒരു കെട്ടിടം ഉണ്ടാക്കിയ ഒരാൾക്ക് ആ കെട്ടിടം മാറ്റാനോ മാറ്റി നിർമ്മിക്കാനോ ഒക്കെ തന്നെയുള്ള പെർമിഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു വീടുണ്ടാക്കിയ ഒരാൾക്ക് മേലോട്ട് എടുക്കാനുള്ള അവകാശമുണ്ട്, അത് നീട്ടി നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് ഏത് തരത്തിൽ വേണമെങ്കിൽ അവർക്ക് ആ കെട്ടിടം മാറ്റി നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അത് കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചാവണമെന്ന് മാത്രം. ശരി.